പ്രൈസ് ദി ലോർഡ്. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ തടസ്സപ്പെടാൻ കാരണം എന്താണ്? ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരാത്തത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ തടയപ്പെടുന്നത്? നാം ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം 25-ാം വാക്യം ചിന്തിക്കുന്നു. അതിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ ഇവയെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി, നിങ്ങളുടെ പാപങ്ങൾ ഈ നന്മയെല്ലാം നിങ്ങളിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. ഈ വചനഭാഗത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ സമാധാനം ജെറുസലേം നിവാസികൾക്ക് നഷ്ടപ്പെടാനുള്ള കാരണം പറയുകയാണ്. അവരുടെ ദുഷ്കൃത്യങ്ങളും പാപങ്ങളും നിമിത്തം ദൈവത്തിൻ്റെ അനുഗ്രഹം അവർക്ക് നഷ്ടമായി. ദൈവം അവരെ സമൃദ്ധമായി അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചു. സമയാസമയങ്ങളിൽ മഴയും വിളവുകളും സമാധാനവും ഭദ്രതയും നൽകി അവരെ അനുഗ്രഹിക്കാൻ ദൈവം ആഗ്രഹിച്ചു. എന്നാൽ അവരുടെ ദുഷ്കൃത്യങ്ങളും പാപങ്ങളുമെല്ലാം ഈ അനുഗ്രഹത്തിന് തടസ്സമായി മാറി, ഒരു കാരണമായി മാറി. എന്താണ് ഈ വചനം നമ്മളെ ഇന്ന് അനുസ്മരിപ്പിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുമ്പോൾ പാപത്താൽ നാം ദൈവത്തിൻ്റെ സാന്നിധ്യം തടയുകയും ഈ അനുഗ്രഹങ്ങളെ എല്ലാ അനുഗ്രഹങ്ങളെയും ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയുന്ന ഒഴുകി വരേണ്ട എല്ലാ അനുഗ്രഹങ്ങളെയും നാം പാപത്തിലൂടെ തടയുകയും ചെയ്യുന്നു. നമ്മുടെ അനുസരണക്കേടും നമ്മുടെ ദുഷ്കൃത്യങ്ങളും മറുതലിക്കുന്ന സ്വഭാവവും ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചുകൊണ്ടുള്ള നമ്മുടെ ജീവിതവുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വരുന്നതിന് തടസ്സ കാരണമാണ്. പാപം ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ തടയുന്നു. ആകയാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കാൻ, അനുഗ്രഹത്തിൻ്റെ വഴി തുറക്കാൻ പാപമേഖലകളെ, പാപ സാഹചര്യങ്ങളെ, പാപ സ്വഭാവങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ത്യജിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവം നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന സമാധാനം, സമൃദ്ധി, ഐശ്വര്യം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരും. ആകയാൽ ഇന്ന് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഹൃദയത്തെ നമുക്ക് ആത്മശോധന ചെയ്യാം. ഏതൊക്കെ രീതിയിലാണ് ഞാൻ ദൈവത്തിനെതിരായി മറുതലിക്കുന്നത്? ഏതൊക്കെ കൽപ്പനകളാണ് ഞാൻ ലംഘിക്കുന്നത്? ഏതൊക്കെ പാപ സ്വഭാവങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നത്? ദൈവം എന്നെയും നിങ്ങളെയും നോക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടോ? നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ ഇവയെല്ലാം, ഈ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി, നിങ്ങളുടെ പാപങ്ങൾ ഈ നന്മയെല്ലാം നിങ്ങളിൽ നിന്ന് അകറ്റി. ആകയാൽ നമുക്ക് അനുതപിക്കാം, പശ്ചാത്തപിക്കാം. നാം അനുതപിക്കുകയും ദൈവത്തിൻ്റെ കൃപയിലേക്ക് തിരികുകയും ചെയ്യുമ്പോൾ അവിടുത്തെ കരുണ നമ്മളെ പൊതിയും, അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ നമുക്കായി തുറക്കപ്പെടും. ആകയാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഈ വചനം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ, ദൈവത്തിൻ്റെ ഈ വചനം നമ്മളെ നയിക്കട്ടെ. നാം എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. പാപത്തിൽ ജീവിക്കുന്ന അനേകം മക്കൾ, പാപത്തിൻ്റെ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ എല്ലാം യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ മോചനം പ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ, പരിശുദ്ധാത്മ ശക്തിയാൽ നിറയട്ടെ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.